നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചതെന്നും പുട്ട വിമലാദിത്യ പറയുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തിനാണ് തടഞ്ഞു വെച്ചത്, ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയം. പക്ഷേ അതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൊച്ചി പോലീസ് ഇതേ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത്, അല്ലേ? അതെ, അത് കമ്മീഷണർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സനൽകുമാർ ശശിധരനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത് ഈ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുണ്ടായ സാഹചര്യം മഞ്ജു വാര്യർ നൽകിയ പരാതിയാണ്. ആ പരാതിയിൽ എളമക്കര പോലീസ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരുന്നു. പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതടക്കമുള്ള പരാതികൾ മഞ്ജു വാര്യർ പോലീസിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ഇയാൾ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ആ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് മുംബൈയിലെത്തിയ ഉടൻ ഈ ലുക്കൌട്ട് നോട്ടീസ് ഉള്ള കാരണം കൊണ്ട് തന്നെ അയാളെ തടഞ്ഞു വെക്കുകയായിരുന്നു. അത് കൊച്ചി സിറ്റി പോലീസിന്റെ നടപടി തന്നെയാണ് എന്നിപ്പോൾ കമ്മീഷണർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എളമക്കര പോലീസ് ഈ സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കാനായി മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് അയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ വെച്ച് വളരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ഉമേഷ്, തീർച്ചയായും